അസ്സലാമലൈക്കും, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞാൻ പെരുന്നാളിന് നല്ലൊരു സ്വീറ്റ് പുഡിങ്ങാണ്, ഇളനീരില്ലാതെ ഉണ്ടാക്കുന്ന ഇളനീർ പുഡിങ്. ഇളനീറിൻ്റെ അതേ ടേസ്റ്റിൽ തേങ്ങാപ്പാൽ കൊണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഇളനീർ കിട്ടാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്ക് നല്ല ഇളനീർ പുഡിങ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുന്നുണ്ട്. ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്, 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. 3 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ വേണം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. ഒരു ടിന്നിൻ്റെ പകുതി ഭാഗം കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കണം. 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, 3 കപ്പ് പാല്, തേങ്ങാപ്പാൽ, പിന്നെ 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ പഞ്ചസാര വേണ്ട. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായത് എത്രയോ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുതിർത്ത് വെച്ച ജലാറ്റിൻ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പെട്ടെന്ന് അത് മെൽറ്റ് ചെയ്ത് വരും. ഇത് നമുക്കിത് പാൽക്കൂട്ടിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാലിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിൽ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ ഇത് നല്ല കൊഴുത്ത് വരും, നല്ല കൊഴുപ്പുള്ളതുപോലെ കാണിക്കും. ഇപ്പോൾ ഇതിൽ വെള്ളം പോലുണ്ട്, ഇതാ കണ്ടില്ലേ. മിക്സിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നല്ല കൊഴുപ്പ്, ഈ ഒരു കൊഴുപ്പുണ്ടായിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് വരിക. ഈ ഒരു കൊഴുപ്പിൽ നമുക്ക് കിട്ടണം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ. എന്നിട്ടത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് തണുപ്പിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ടത് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെ ഗാർണിഷ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ പഞ്ചസാരയും ചേർത്ത് കുറച്ച് കാഷ്യൂവും ചേർത്ത് വറുത്തെടുത്തതാണ്. ഇത് ഞാൻ വറുത്തിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ സിൽവർ ബോൾസ്, ഇതൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കാം. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇത് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ പുഡിങ്ങിനൊരു പ്രത്യേകത കൂടിയുണ്ട്. തേങ്ങാപ്പാലും തേങ്ങ വറുത്തതുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഒരു കള്ളികളാക്കി എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ ഇതിന് മേലെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. പിന്നെ സിൽവർ ബോൾസ് ഈ തേങ്ങ വറുത്തതിൻ്റെ മേലെ മാത്രമേ ചേർത്താലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതെടുത്ത് കാണിക്കും. ഇത് വേണമെങ്കിൽ ചേർത്തിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി സിൽവർ ബോൾസ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, കട്ട് ചെയ്തെടുക്കാനുള്ളതല്ല. ഇങ്ങനെ ക്രീമി ആയിട്ടാണ് ഇങ്ങനെ ഈ പുഡിങ് ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ഇളനീറിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഇളനീരുണ്ടെങ്കിൽ ഇളയ ഇളനീരായിരിക്കണം. അതിനെ പൂളുകളായിട്ട് എടുത്തിട്ട് ഈ പുഡിങ്ങിൽ ചേർത്തിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഈ പ്രാവശ്യത്തെ ഈദിന് നിങ്ങൾ ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഈദ് ആഘോഷിക്കുക. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഈദ് മുബാറക്. ഓക്കെ, താങ്ക് യു.